ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് വീണ്ടും ഡെയിലി വ്ളോഗ് ആണെന്ന് വെച്ച് ഡേ ഇൻ മൈ ലൈഫ് ആണോ അല്ല മോർണിംഗ് റുട്ടീൻ ആണോ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കും അല്ലേ. എന്നും ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമുക്ക് വേറെ എന്തൊക്കെ വീഡിയോസുകൾ ചെയ്യാം എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാവേ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാനിന്ന് വൈകിട്ട്, ഇപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ, വൈകിട്ട് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാം കൂടെയൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ എടുത്തു തുടങ്ങിയത്. രാവിലെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാപ്പിക്കുള്ള പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നും ദോശ തന്നെയാണ്. എന്നും ദോശയാണോ എന്ന് ചോദിച്ചാൽ എന്നും ദോശയല്ല. പിന്നെ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങ് ദോശയാക്കുന്നതാണ് കേട്ടോ. കിച്ചൂസിന് കൂടുതലും ഇഡ്ഡലിയാണ് ഇഷ്ടം. പിന്നെ ഇവിടെ ആർക്കും ഇങ്ങനെ രാവിലെ സത്യം പറഞ്ഞാൽ കാപ്പി വേണമെന്ന് തന്നെ നിർബന്ധമില്ല. പിന്നെ അവന് ചെയ്യുന്നത് കൊണ്ട് അങ്ങ് ഞങ്ങളും ചെയ്ത് കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെയിലി 3 ചായ കുടിക്കും കേട്ടോ. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മസ്റ്റ് ഹാവ് ആണ്, കിട്ടിയേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കുന്ന സമയത്ത് കിട്ടിയേ പറ്റത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ വൈകിട്ട് സ്കിപ്പ് ചെയ്യുക, ആർക്ക് വേണമെങ്കിൽ അല്ലേ. അങ്ങനെയല്ല, വൈകിട്ടത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ രാവിലത്തെ കാപ്പിയുടെ ചായ ഉൾപ്പെടെ നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ടു. തലേന്നത്തെ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇവിടെ എന്നും തലേന്നത്തെ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, തലേന്നത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കളയാറില്ല കേട്ടോ, ചീത്തയാവുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളത് ചൂടാക്കി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തലേന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞൊരു ഈവനിങ് ആയില്ല, എന്നാലും ഒരു ഉച്ചമുക്കാലോട് കൂടിയാണല്ലോ നമ്മൾ ആ ചിക്കൻ കറി വെച്ചത്. അപ്പോൾ അധികം നമുക്കത് ചിലവായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ കിച്ചൂസിന് ഇതിനിടയ്ക്കൂടെ ഞാൻ ദോശയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, അവന് പനി അത്രയ്ക്ക് അങ്ങോട്ട് കുറവില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അവനെ എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ എനിക്ക് നാളെ രാവിലെ എൻ്റെ അലർജിയുടെ ചെക്കപ്പിന് പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദോശയൊക്കെ കഴിക്കുകയാണ്. കുറച്ച് സ്പീഡിലാണ് വീഡിയോസ് ഇട്ടിരിക്കുന്നത്. മിക്ക ആൾക്കാരും പറയുന്നുണ്ട് വീഡിയോസ് സ്പീഡിൽ പോകുന്നതാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന്. ചിലവർ പറയുന്നുണ്ട് സ്പീഡിൽ പോവണ്ടെന്ന്. ഞാനിപ്പോൾ ആകപ്പാടെ കൺഫ്യൂഷനിലാണ്. എന്നാലും ഞാൻ സ്പീഡിലിട്ടേക്കാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ സ്പീഡിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും മമ്മി എല്ലാവരും കൂടെ ചേർന്നിട്ടിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ കഴുകിയിട്ട തുണിയാണേ. അപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് പറക്കി എടുക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ആ അശയിലോട്ട് ഇങ്ങനെ വാഴയുടെ ഇല കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ ഒടിച്ച് കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ന് തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ കഴുകിയിട്ടിട്ട് അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ തുണി ഇട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഞാൻ എൻ്റെ പറമ്പിൽ പോകും കേട്ടോ. എനിക്ക് അവിടെ പോയി കുറച്ച് നേരം അവരുടെയൊക്കെ കൂടെ ഇരുന്നെങ്കിലേ എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചിന്ന പണി കിട്ടി. പണി എന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബ്രാൻഡ് നോക്കി മേടിച്ചതാണ് കേട്ടോ. എന്നാൽ അങ്ങോ ഭയങ്കര പൈസയൊന്നും ആയിട്ടില്ല. എന്നാലും തീരെ ലോക്കൽ അല്ലാത്ത ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചു. പക്ഷേ അതിനകത്ത് എൻ്റെ ഫോൺ ഇരിക്കുന്നില്ല. എൻ്റെ ഫോണിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് ഫോൺ ഇരിക്കുന്നില്ല. ഫോൺ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉച്ചൂത്തി അങ്ങ് വീഴുക. അതുമല്ല, അതിന് ഭയങ്കര ആട്ടം. അതെന്താ അങ്ങനെയെന്ന് ഒരു പിടിയില്ല. പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. ഇത് വന്നപ്പോഴേ കിച്ചൂസ് ഇതിൻ്റെ കവറുകളെല്ലാം പൊട്ടിച്ച് ഇളക്കി വാരി ഇട്ട് കളഞ്ഞു. റിട്ടേൺ ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ആളെ തന്നെ നമ്മളെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിയെ തന്നെ തിരിച്ച് വിളിച്ച് ചോദിച്ചു, പറഞ്ഞു കുഴപ്പമില്ല, റിട്ടേൺ ചെയ്താൽ മതി, എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഇത് റിട്ടേൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തയ്ച്ചു. പിന്നെ ക്ലീനിങ് സെക്ഷനാണ് കേട്ടോ. എല്ലാം കൂടെ ഇന്നത്തെ വീഡിയോസുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഫുഡൊക്കെ ഇതിനിടയ്ക്ക് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കിച്ചൂസ് ആ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനങ്ങളൊക്കെ തറയിൽ ചീത്തയാക്കി ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാതുള്ളതുപോലെ തന്നെ എത്ര ക്ലീൻ ചെയ്താലും ഒരു രക്ഷ
രക്ഷയില്ല. ഇവിടുത്തെ കാറ്റ് കാരണം നമ്മുടെ വീട് നല്ല റോഡ് സൈഡിലാണ്. അപ്പോൾ പെട്ടെന്ന് കാറ്റടിച്ചിട്ട് പൊടികൾ മൊത്തം ആവും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് എപ്പോഴും സിറ്റ് ഔട്ടിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ എന്നാലും ഒരുവിധമൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ആകെപ്പാടെ ഞാൻ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ ആ സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ. കാരണം ഞാൻ കുറേ ആഗ്രഹിച്ച് കുറേ റെഫർ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര എന്തോ സംഭവമാണ്. അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് അത്രത്തോളം പെർഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ ഞാനത് എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരെണ്ണത്തിനകത്ത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഞാനതുകൊണ്ടാണത് റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ച് സാഡ് ഡേ ആണ്. കാരണമെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും അനിയൻ്റെ ബർത്ത്ഡേക്ക് എങ്ങനെയാണ് സാഡ് ഡേ ആവുന്നതെന്നല്ലേ. അവനിപ്പോൾ സ്വർഗത്തിലാണ് ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഞാനിത് പറയണമെന്ന് ഒട്ടും വിചാരിച്ചിട്ടല്ല കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അവൻ്റെ ഒരു സന്തോഷത്തിന് സ്വർഗത്തിലിരുന്നിട്ടാണെങ്കിൽ അവനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു കുട്ടി പായസം വെക്കുകയാണ് കേട്ടോ. അപ്പം അവനിപ്പം മരിച്ചു പോയിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു മരിച്ചിട്ട്. അപ്പോൾ ഓക്കെ, അവന് വേണ്ടിയിട്ടുള്ള പായസം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് സ്വർഗത്തിലിരുന്നിട്ടായാലും നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ പായസം വെക്കുകയാണ്. അങ്ങനെ ഈ പായസമൊക്കെ വെച്ചു. ചെറിയൊരു കിറ്റ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ പായസം വെച്ചത്. ഇവിടെ ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ, ഞാനും കിച്ചൂസും മമ്മിയും മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ വെച്ചു, അത് കുടിക്കുകയാണ്. അടപ്രഥമനാണ് കേട്ടോ, അടപ്രഥമൻ അങ്ങനെയല്ലേ പറയുന്നത്. ഓക്കെ, അടപ്രഥമൻ വാങ്ങിച്ചു, അതാണ് വെച്ചത്. അങ്ങനെ അതൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവനെ ഇങ്ങനെ ഓർത്തൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് വീട്ടിലോട്ട് പോകണം. ഇവിടെ കുറച്ച് ഇനി പ്രത്യേകിച്ച് ഇവിടെ പരിപാടികളൊന്നും അങ്ങനെയൊന്നും ഇല്ല. വീട്ടിലോട്ടൊന്ന് പോകണം, അത്രയേ ഉള്ളൂ. വീട്ടിലോട്ട് പോകാനെ കൊണ്ട് എൻ്റെ ചാച്ചനാണ് കേട്ടോ വിളിക്കാൻ വരുന്നത്. ചാച്ചൻ മീൻസ് എൻ്റെ ആങ്ങളെയാണ് വിളിക്കാൻ വരുന്നത്. അപ്പോൾ അവനവിടെ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ പണിക്കാരെയൊക്കെ വിട്ടിട്ട് വേണം അവൻ എന്നെ വിളിക്കാൻ വരാനെ കൊണ്ട്. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പേ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതായത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളം തിളപ്പിച്ചിടും കേട്ടോ. നമ്മൾ ഈ ഒരു കലത്തിനകത്താണ് വെള്ളം തിളപ്പിച്ചിടുന്നത്. ഇതിപ്പം ഇനിയിപ്പോൾ ഇവിടെ മമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ മമ്മിക്ക് 2-3 ദിവസത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ട് ആ വെള്ളം തിളപ്പിച്ചാൽ. ഇതിനിടയ്ക്കൂടെ കിച്ചൂസ് വന്ന് ഞാനുമായിട്ട് നന്നായിട്ട് ഉടക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്തൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? പാലിൻ്റെ കുപ്പി. ഇപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തപ്പോൾ ഒരു 4-5 ദിവസത്തെ കുപ്പി കൊടുത്തല്ലോ. ഇപ്പം 3-4 ദിവസത്തെ കുപ്പി വീണ്ടും ആയേ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്, കൊണ്ടുവെക്കാൻ പോകണം. പിന്നെന്താ, അതിനിടയ്ക്കൂടെ അടുക്കളയൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത്. രാവിലെ ഹോളും സിറ്റ് ഔട്ടും എല്ലാം തൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കള തൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് തൂത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പാലിൻ്റെ കുപ്പി ഫ്രണ്ടിൽ നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിൽ കൊണ്ടുവെക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടത്തെ ചായ കൂടിയായി കേട്ടോ. ചായ കുടിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് കുറേ നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട്, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ റോഡിൽ കൂടെ പോകുന്നവരുടെയൊക്കെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും. എന്തൊക്കെയോ നുണയടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ളവരൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അവരോടും ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം സന്ധ്യയായി. ഞാൻ റെഡിയായി നിൽപ്പുണ്ട്. ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ വന്ന പാടെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ, ചാടി നേർത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പുറമേ കാണാവേ. ബായ്.